ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും മക്കളൊക്കെ സുഖമാണ്. നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ 2-3 ദിവസത്തെ വീഡിയോസ് ചേർത്തിട്ടാണ് കേട്ടോ ഇത് വീഡിയോസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നാസ്ത പരിപാടികളിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും അരക്കാമെന്ന് വിചാരിച്ച് നല്ല തേങ്ങ അരച്ച ചമ്മന്തി കേട്ടോ, തേങ്ങ പച്ചമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തി കേട്ടോ. അത് ഇഡ്ഡലിക്കായെങ്കിൽ എനിക്ക് കുറച്ച് തൂമ്പിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വീഡിയോസ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ശനിയാഴ്ചത്തെ വീഡിയോസാണ് ഇത്. ശനിയാഴ്ച ഞങ്ങളിങ്ങനെ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കുട്ടികൾക്ക് മദ്രസിന് ലീവുണ്ട്, ഉസ്താദില്ല, നാട്ടിലേക്ക് പോയിക്കണമെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം ചേർന്നിട്ട് അമ്മോൻ കാക്കൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ അമ്മായിമ്മ വരുന്നില്ല എന്ന് പറയണ്ടായി, പക്ഷേ അമ്മായിമ്മനെ ഞങ്ങൾ പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിമ്മ, ഞാനും മക്കളും, ഞങ്ങൾ ഇത്രളെ പോയിട്ടുള്ള ഭർത്താവ് നൈറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഭർത്താവിന് കുറച്ച് ഇവിടെ ജോലിയൊക്കെ ഉള്ളതുണ്ട്, അതെല്ലാം തീർത്തിട്ട് നൈറ്റ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഒരു 4:30-5 മണി നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് വീഡിയോയിൽ വരാൻ ഇച്ചിരി മടിയാണ് കേട്ടോ. വീഡിയോസ് എടുത്താലും അത് ഡിലീറ്റ് ആക്കണവരെയോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്താണാവോ ഇന്ന് വീഡിയോ ഒക്കെ വന്നിട്ട് നിന്നിട്ടുണ്ട്. അപ്പം പെണ്ണുങ്ങൾക്ക് ആധാർ കാർഡിൽ ഫ്രീ ആയിട്ട് പോവാം, പക്ഷേ ആണുങ്ങൾക്കുണ്ടെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആൺമക്കളല്ലേ. അപ്പോൾ ഓർക്ക് 2 ആൾക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റിക്ക് ഓർക്ക് പൈസ ഉണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾ ഇവിടുന്ന് ഓരുടെ എത്തിയിട്ടുണ്ടായിട്ടോ. വീട്ടിലെത്തുമ്പോൾ അവിടെ ചെറുങ്ങനെ കാറ്റും മഴയൊക്കെ ഉണ്ട്, പക്ഷേ വിട്ട് മഴ പെയ്തുകൊണ്ടായിട്ടോ. അപ്പോൾ മക്കൾ പള്ളിക്ക് പോണതാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്നിട്ട് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ടായിട്ടോ അവിടെ. അപ്പം കുറേ നേരം ഞാനവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ, മഴ ഇതെല്ലാം നോക്കിക്കൊണ്ട്. പിന്നെ മഹരിബിൻ്റെ ടൈം ആയിട്ടുണ്ടായി. അപ്പോൾ ഇരുട്ട് മൂടിക്കൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് വന്നിട്ടോ. ഇതിപ്പോൾ ഈ കുട്ടികളുടെ പാർച്ച രാത്രിക്ക് ചോറെല്ലാം വൈകി കഴിഞ്ഞിട്ട് പായി ഇട്ടിട്ട് കിടക്കാൻ പുറപ്പെട്ടപ്പോൾ ഉള്ള പാർച്ചാണ് കേട്ടോ. സമയം 11:45 അപ്പോൾ ഒറ്റ എണ്ണത്തിന് വർക്കില്ല കേട്ടോ. അതിപ്പോൾ അമ്മക്കാക്കൻ്റെ വീട്ടിലായാലോ ഇങ്ങോട്ട് വന്നാലോ ഞങ്ങൾക്ക് വർക്ക് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 11:45 കുട്ടികളുടെ കളിയാണ് കേട്ടോ. പുറത്ത് കളിക്കുന്നത്, അകത്ത് കളിക്കുന്നുണ്ട്. പായ് വിരിച്ചതെല്ലാം നല്ല അടിമറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഒന്നും ഇതാക്കിയിട്ടില്ല. അപ്പോഴാണ് ഓർക്ക് കളിക്കുള്ള മൂഡ്. വിട്ട് പറഞ്ഞ ദിവസം രാവിലെ നിന്ന് വൈകുന്നേരം വരെ കളിക്കും. പക്ഷേ ഇതിപ്പോൾ വൈകുന്നേരം ഞങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കളിയും ചിരിയും വർത്താനം എല്ലാം ആയിട്ട് നല്ല അവിടെ പോയപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ കിടക്കുമ്പോൾ 1 മണി 2 മണി അത് എപ്പോഴും ഉള്ളതാണ്. ഇങ്ങോട്ട് വന്നാലും അങ്ങനെ തന്നെ കേട്ടോ, കളിയും ചിരിയും വർത്താനം ചായക്കുടിയും. 2 മണിക്ക് ചായ കുടിച്ച ദിവസമുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമ കൂടിയാൽ അത് എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ബാബി മിസ്സിങ് ആണ്. ബാബി ഉണ്ടാവും എപ്പോഴും, പക്ഷേ ഈ പ്രാവശ്യം ബാബിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയപ്പം ബാബി വന്നിട്ടുണ്ടായിട്ടില്ല. ബാബി ഇച്ചിരി ബിസി ആയതുകൊണ്ട്. പിന്നെ ഇതന്ന് പിറ്റേന്നത്തെ ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. നാസ്ത പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ചിക്കൻ കറിയും ഇഡ്ഡലിയും പിന്നെ രാത്രിക്കത്തെ ചപ്പാത്തിയെല്ലാം ഉണ്ടായിട്ട് നാസ്തക്ക്. അപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണത്തിന് റെഡിയാക്കുകയാണ്. ചിക്കൻ കറി ഉണ്ട്, പീസില്ല കേട്ടോ. ഞങ്ങൾ രാത്രിക്ക് ചിക്കൻ കറി ചപ്പാത്തി ആക്കിയതുകൊണ്ട് രാവിലേക്കും ഇഡ്ഡലിയും ചിക്കൻ കറിയും ഉണ്ടായി. പിന്നെ അമ്മോൻ്റെ വൈഫ് ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയാക്കണം കേട്ടോ. ഭക്ഷണം ഞാൻ ഇതാക്കാൻ കൂടിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും എല്ലാം ഓരോ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊന്ന് ടൗണിലോട്ട് പോകാണ്ടായി. അപ്പോൾ ഞങ്ങൾ ചോറ് വേവിച്ചിട്ട് പിന്നെ ടൗണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ ഒന്നിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ഇഡ്ഡലി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉച്ചക്കെല്ലാം ഉണ്ടായി. അതെല്ലാം തിന്നിട്ട് കുട്ടികൾ ഇഡ്ഡലി ആയിട്ടും പിന്നെ കുറച്ച് ബിരിയാണി എല്ലാം ഉണ്ടായിട്ടോ. എല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് തിന്നിട്ടുണ്ടായി ഉച്ചക്ക്. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴത്തേന് ഞങ്ങളൊന്ന് ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. ഇവിടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ പോയാൽ മതി കേട്ടോ. ഓട്ടോയിൽ കയറി പോയാൽ മതി, 50 രൂപ കൊടുത്താൽ മതി. ടൗണിലേക്ക് തൊട്ടടുത്ത് തന്നെ നടന്നും കൊണ്ട് പോയാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും മഴ പെയ്താൽ പിന്നെ കഷ്ടമാവുമല്ലേ, നനഞ്ഞ് കുളിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ആട്ടോയിൽ പോയി വരുമ്പോഴും തിരിച്ചിട്ട് ആട്ടോയിൽ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇത് ഓരുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ. 1 കിലോമീറ്ററോളം ഉള്ളൂ. 1 കിലോമീറ്റർ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, നടന്നെങ്കിൽ അത്ര അറിയില്ല കേട്ടോ. അപ്പോൾ പോണത് മെയിനായിട്ട് ഇതിപ്പോൾ ഞങ്ങൾ 3 ആളും കേട്ടോ. അമ്മോൻ കാക്കൻ്റെ വൈഫും എൻ്റെ അമ്മായിമ്മയും ഞാനും എൻ്റെ മോളും, ഞങ്ങൾ ഇത്ര ആളെ പോയിട്ടുള്ളൂ ടൗണിലേക്ക്. കുട്ടികളെല്ലാം ഞങ്ങൾ വീട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിമ്മക്ക് ഇപ്പോൾ അടുത്തിട്ട് എൻ്റെ എളാപ്പൻ്റെ മോൻ്റെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അതിന് ചെറിയ അൽക്കുലത്ത് ഷോപ്പിംഗ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. ആൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അമ്മായിമ്മക്ക് മോതിരം വേണം, പിന്നെ
ഇങ്ങനെ അൽക്കുലത്ത് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് പോലെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അവിടെ പോയി കണ്ടപ്പോൾ റിങ്സാണ് നല്ല കളക്ഷൻ ആട്ടോ. സ്വർണ്ണത്തിൻ്റെതൊന്നല്ല ഇത്, ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ സ്വർണ്ണം പോലെ തിളങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ സ്വർണ്ണം എന്ന് വിചാരിക്കും. ആര് കയ്യിലിട്ടാലും ആദ്യം ഒന്ന് കണ്ട സ്വർണ്ണം തന്നെ വിചാരിക്കും. അത്രയ്ക്ക് സ്വർണ്ണത്തിൻ്റെ സെയിം ഡിസൈനും സെയിം കളറും ആയിരുന്നു കേട്ടോ. ആരും ഒന്ന് സഡനെ നോക്കിയെങ്കിൽ സ്വർണ്ണം തന്നെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ അൽക്കുലത്തെ സാധനമെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഈ പീടി ചിക്മംഗ്ളൂരിലുള്ളത് തന്നെ കേട്ടോ, ഹസ്വ ഫാഷൻ പറഞ്ഞിട്ട് നല്ല കളക്ഷനാണ്. ഇവിടെ ബുർക്കായിട്ടും പിന്നെ ആൻറ്റിക്ക് മാല, വള, മോതിരം എല്ലാ സാധനങ്ങളും നല്ല ഏത് ഡിസൈൻ വേണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ ആൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. നല്ല ഇത് ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അമ്മൂൻ്റെ വൈഫിന് വള വേണം പറഞ്ഞിട്ട് കുറേ വളമൊക്കെ തിരഞ്ഞിട്ടുണ്ടായി കേട്ടോ. പക്ഷേ ആൻറ്റിക്കിൽ കുറേ നോക്കി സൈസ് കിട്ടിയില്ല കേട്ടോ. ഡിസൈനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, സൈസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ മാസ്കാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് തുണീൻ്റെ മാസ്കാണ്. ഞങ്ങളിപ്പോൾ ആൾമോസ്റ്റ് ഇപ്പോൾ മംഗലാര സൈഡിലെല്ലാം കിട്ടുന്ന പോലത്തെ ഒരു മാസ്കാണ്. പക്ഷേ ഇത് പുതിയ മോഡലാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അമ്മോൻ്റെ വൈഫിന് വേണം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് വണ്ടിയിൽ പോകണമെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. വലുതായെങ്കിൽ അതിങ്ങനെ കാറ്റിനിങ്ങനെ പാറി നടക്കും അത്. അപ്പോൾ ഇതായിരുന്നു ഒതുങ്ങിയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിയപ്പോൾ എൻ്റെ മോൾക്ക് അവിടെ കൊലുസ് വേണം പറഞ്ഞിട്ട് ഒരേ നിർബന്ധം കേട്ടോ. അപ്പോൾ ഓൾക്കൊരു കൊലുസ് വാങ്ങിയിട്ടുണ്ടായി. പിന്നെ എൻ്റെ കാലിലും അവിടെ നിന്ന് ഞാൻ വാങ്ങിയ ഒരു കൊലുസ് ഉണ്ടായി കേട്ടോ. ഏകദേശം 2 കൊല്ലത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. ഒരു പ്രാവശ്യം ഇങ്ങനെ ചിക്മോ പോകുന്ന ടൈമിൽ വണ്ടിയിൽ നിന്ന് വീണ് പോയിട്ട് വന്ന്. പിന്നെ എൻ്റെ കാൽക്ക് ഞാൻ കൊലുസ് ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഇന്നലെ പോയപ്പോൾ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിസൈനും ഇതേ മോഡൽ തന്നെ വേറെ ടൈപ്പിലാണ് എൻ്റെ കാലിലുണ്ടായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായക്കുടിയെല്ലാം കഴിഞ്ഞ് അമ്മോൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ലഗേജെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടോ. അവിടുന്ന് അടുത്തായതുകൊണ്ട് നടന്നും കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായി. ഏകദേശം 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോ ഓടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് നടന്നും കൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നും കൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ഒരു ബസ് വന്നപ്പോൾ ഞങ്ങളത് വിട്ടു പോയില്ല. അത് ഫുൾ റഷായിരുന്നു കേട്ടോ, ഫുൾ ആളുണ്ടായി. അപ്പോൾ സീറ്റ് കിട്ടില്ല എന്ന് വിട്ടിട്ട് പിന്നെ 2ാമത്തെ ബസ്സിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പം വരുമ്പോൾ മക്കൾക്കൊരു സങ്കടം. മക്കൾക്ക് എപ്പോഴും അങ്ങനെ തന്നെ അവിടെ പോയിട്ട് വരുമ്പോൾ ശരി ഇങ്ങനെ ഒരു സങ്കടം കേട്ടോ. ഇങ്ങോട്ട് പുറപ്പെടാനുള്ള മനസ്സ് തന്നെ ഉണ്ടാവില്ല. ഒന്നാമത്തത് വേറെ നല്ല സ്കൂളും മദ്രസക്കും വന്നപ്പോൾ പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഭർത്താവ് ആൾറെഡി രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായി. നൈറ്റ് വന്നിട്ടുണ്ടായി ഭർത്താവ്. ഉച്ചയാകുമ്പോഴത്തേനും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാനും അമ്മായിമ്മ മക്കളെയാണ് അവിടുന്ന് പിന്നെ ബസ്സിൽ വന്നിട്ടുണ്ടായത്. പിന്നെ വന്നത് തന്നെ ഞാൻ എന്തൊക്കെ പെട്ടെന്നൊരു ചായ കുടിക്കാനൊരു മൂഡ്. അപ്പം ഞാൻ എവിടെ പോയി വന്നാലും ആദ്യം ചായ വെക്കും കേട്ടോ. ഫസ്റ്റ് വരുമ്പോൾ തന്നെ പാൽ കൊണ്ടും പിന്നെ ചായ വെക്കും. പിന്നെ നൈറ്റിക്കുള്ള ചോറും കറിയും ചപ്പാത്തി എല്ലാം ആവണം കേട്ടോ. അപ്പോൾ ഞാൻ പോയ പ്രാവശ്യം ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ കണിയില കൊടുത്തിട്ടുണ്ടായി. കണിയില എത്ര ആൾക്ക് അറിയുന്നറിയില്ല. ഇത് ഈ മുളം കൂട്ടലെല്ലാം ഉണ്ടാവുന്ന സാധനമാണ്, ഈ മുളൻ്റെ ഇടയിലെല്ലാം ഉണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ ആ കണിയില കൊടുത്തിട്ടുണ്ടായിട്ടോ. എനിക്ക് കൊല്ലം എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഇതൊന്ന് എത്തിച്ച് തരാം കേട്ടോ. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിൽ അച്ചാറിടും, ഉപ്പേരി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, എല്ലാ തരത്തെ സാധനങ്ങളും ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കടല, മമ്പയർ അങ്ങനത്തെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഇനി കുറച്ച് ദിവസം കൂടി അത് വെക്കാനുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കടല നനച്ചിട്ടുണ്ടായി കേട്ടോ ആൾറെഡി. അപ്പോൾ ഇതും ചേർത്തിട്ട് ഇട്ടിട്ട് ഞാൻ വേഗം പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കണിയിലായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ ഇത്. പിന്നെ അതിക്കൊരു ചെറുതായിട്ടൊരു ഒഗ്രനെ കൊടുത്തിട്ടുണ്ടായില്ലോ, തൂമ്പിച്ച് കൊടുത്തിട്ടുണ്ടായി. കറിവേപ്പിലും ഉണക്കമുളകും പിന്നെ കടുക്, അത് മൂന്നിൽ ഞാൻ തൂമ്പിച്ച് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് എൻ്റെ തലക്ക് പോയത് മക്കളുടെ യൂണിഫോം കഴുകിയിട്ടില്ല. ഇത് ഞായറാഴ്ച നൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ 2 യൂണിഫോം എടുത്തിട്ടിട്ട് വേഗം ക്ലീനാക്കി. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അതെല്ലാം ഒന്ന് തേച്ച് കഴുകി അടുക്കള നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ആയിട്ടുണ്ടായി. കറിയും പാലും എല്ലാം തിളപ്പിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ എനിക്ക് മെയിൻ പരിപാടിയാണ് ചപ്പാത്തി ഉണ്ടാക്കൽ. അപ്പോൾ ചപ്പാത്തിക്ക് ആൾറെഡി മാവ് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ടായി. ഞാൻ ഒന്ന് സ്മൂത്തായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഏകദേശം ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ തവത്തിൽ തന്നെയാണ്. അങ്ങനെ ചപ്പാത്തിയെല്ലാം ആക്കി തീർന്ന് തന്നെ ഭർത്താവ് വന്നിട്ടുണ്ട് കേട്ടോ. ഭർത്താവ് വരുമ്പോൾ ഭർത്താവിൻ്റെ ഫ്രണ്ട് ഇത് ഫ്രൂട്ട് വണ്ടിക്കാണ് ഡ്രൈവറായിട്ട് പോണത്. എൻ്റെ ഭർത്താവ് അതേ ജോലിയാണ് കുറേ 1.5 കൊല്ലം 2 കൊല്ലത്തോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇത് കൊടുത്തയച്ചിട്ടുണ്ടായി കേട്ടോ, പേരക്ക. അപ്പം അത് റെഡ് കളറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും കൂടി ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.